ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇനി ഓരോ ഓണമൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റുകളും അതിന് പറ്റിയിട്ടുള്ള ടോപ്പുകളും ഡ്രസ്സുകളൊക്കെ ഒന്ന് തിരഞ്ഞിട്ട് നമ്മളിങ്ങനെ തൃശ്ശൂരിൽ നിന്നൊരു കറക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ടോപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതൽ ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് കോളേജ് പിള്ളേർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ, തകർപ്പൻ ഐറ്റംസ് ഒക്കെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ക്രോപ്പ് ടോപ്പുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സെലക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ക്രോപ്പ് ടോപ്പിലാണ് ഏറ്റവും അധികം സെലക്ഷൻ അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെച്ച് നോക്കാം, പിന്നെ നമുക്ക് ആരുടെ അനുവാദമൊന്നും അവിടെ വേണ്ട. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ട്രയൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഏതാണ് ചേർച്ച, ഏതാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് കളറുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ടീഷർട്ടുകളൊക്കെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ടീഷർട്ടുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നേരെ വിട്ടോന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു 179, 299, 399 അങ്ങനെ പല റേറ്റുകളിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റികളിൽ വ്യത്യാസമുള്ളതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലയർ വരുന്ന പലാസോ അങ്ങനത്തെ സെറ്റുകളൊക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 899 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ടോപ്പുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല മെലിഞ്ഞിട്ടുള്ള കുറച്ചും കൂടിയും ചെറുപ്പം ആളുകൾക്ക് കൂടുതൽ ചേരും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനതൊന്നും ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, എവിടെ ചെന്നാലും അടിപൊളി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടുമോ? അവിടെയൊക്കെ ഫുള്ളായിട്ടൊന്ന് കറങ്ങണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള സാധനം കയ്യിലെത്തുന്നത് വരെ നമ്മൾ തരണം. ഈ ഇരിക്കുന്ന ടോപ്പുകളൊക്കെ 399 ആണ്. എനിക്ക് അത്യാവശ്യം നല്ല പ്രിൻറ്റുകളായിട്ടും നല്ല ഡിസൈനുള്ള മോഡലുകളായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഈ ഒരു നിർത്തി ഞാൻ പിടിച്ചിട്ടുള്ള ടോപ്പൊക്കെ എനിക്ക് അതിൻ്റെ നെക്കും അതിൻ്റെ ആ ഒരു മെറ്റീരിയലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സിൽക്കിൽ വരുന്ന മെറ്റീരിയലുകളാണ് ഇതൊക്കെ. 499 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ഒരു സിൽക്കായിട്ടുള്ള കുർത്ത ഇടണം എന്നുണ്ടെങ്കിൽ 499 നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ള നല്ല കളറുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പുകളുണ്ട്. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റുകളും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് തിരഞ്ഞ് നോക്കി എടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഈ 299 ടോപ്പുകളൊക്കെ നോക്കി എത്ര നല്ല കളറുകളാണ്. ഇപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ഓണം തീമല്ലാതെ വൈറ്റിൽ നമുക്ക് പ്രിൻ്റഡുകളും പൂക്കളുകളും വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അത്തരം സെലക്ഷൻസ് ആണ് കൂടുതൽ അവർ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു വർക്കൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിലതൊക്കെ ഞാനിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ മാടമ്പള്ളിയിലുള്ള ആ ഒരു മനോരോഗി ഉണരും. അത് തുണിക്കടയിലായാലും ഫാൻസി സ്റ്റോറിലായാലും ജ്വല്ലറിയിലായാലും ഒക്കെ ഇടയ്ക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ എന്നിലുള്ള ഒരു മനോരോഗി ഉണരാറുണ്ട്. ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിലെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരാൾ പുറത്തേക്ക് വരും. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണോ? നമുക്ക് ചിലപ്പോഴൊക്കെ ബഡ്ജറ്റ് ഒരു വില്ലനായിട്ട് വരും അല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന പൈസയുടെ ഉള്ളിൽ നിൽക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടോപ്പുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് അതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഫുഡ് വെയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ചില മോഡലുകളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത്തവണത്തെ എൻ്റെ ഓണം ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓണമാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഓണക്കോടിയൊക്കെ മേടിച്ച് നമ്മളത് കൊടുത്ത് ആ ഓണക്കോടിയൊക്കെ ഇടുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ അതിൽ നമുക്ക് മെൻസ് വെയറിലും ഇതുപോലെ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് പല ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ചിലർക്ക് ചെക്കുകളായിരിക്കാം ഇഷ്ടം, ചിലർക്ക് ലൈൻ ഷർട്ടുകളായിരിക്കാം, ചിലർക്ക് പല പല കളറുകളൊക്കെ മിക്സ് ആൻഡ് മാച്ച് വരുന്ന ഷർട്ടുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് കാണുമ്പോഴാണ് നമുക്കതൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് പറ്റുക. പിന്നെ ചിലതൊക്കെ ഇട്ട് നോക്കി മേടിക്കുന്നവരാവും. അപ്പോൾ പലരുടെയും താല്പര്യം അനുസരിച്ച് നമുക്ക് ട്രയൽ ചെയ്യാനും ഇട്ട് നോക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കിഡ്സിലാണെങ്കിലും നല്ല നല്ല വളരെ ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റുകൾ എനിക്ക് തോന്നിയിട്ടു ഷർട്ടുകളിലൊക്കെയും. പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന വളരെ സ്മൂത്തായിട്ടുള്ള ക്ലോത്തുകളാണ് അതിലുള്ള എല്ലാതും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു 5-6 വയസ്സിലുള്ള കുട്ടികൾക്ക് പറ്റിയത് അത്ര ഇങ്ങോട്ട് കിട്ടിയില്ല. അതേസമയം 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളതായിട്ട് തോന്നി. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പുകളും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ ഐറ്റംസും അവിടെയുണ്ട്.
അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞത് ഏത് ആൾക്കാണെങ്കിലും അത് ഇടുമ്പോൾ തുണി ഒരു ഇഷ്ടം തോന്നണം അല്ലേ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ അങ്ങനെയുള്ള ഒരു ക്ലോത്ത് ആയിട്ടാണ് നമുക്കതെല്ലാം കിട്ടിയത്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള എൻ്റെ ഷോപ്പിങ്ങും ഞാൻ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് നോക്കി നോക്കി. ഈ കാണുന്ന ബ്ലൂ ഉടുപ്പൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ എന്താ പറയുക, സിമ്പിളാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. 399 ആയിരുന്നു അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ പല റേറ്റിൽ ഉള്ള ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം. പിന്നെ ആരും നിങ്ങളോട് എന്തുകൊണ്ടാണ് എടുക്കാത്തത്, എന്താ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം, ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാവില്ല, എന്താ ഇഷ്ടപ്പെടാത്തത്, എടുക്കുന്നില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനും എടുത്തു നോക്കാനും വെച്ച് നോക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പം നിങ്ങളും ഇത്തവണത്തെ ഓണക്കോടിയൊക്കെ മേടിച്ച് സന്തോഷത്തോടു കൂടി ഫാമിലിയോട് കൂടി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.